ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ ഒരു ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ കരുതിയിരിക്കേണ്ട സാധനങ്ങൾ, അതായത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഗോപ്രോ ആക്സസറീസ് അല്ല, ക്യാമ്പിങ്ങിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചേക്കേണ്ട സാധനങ്ങളാണ്. ഇങ്ങോട്ട് നോക്കാം. അതായത് ആദ്യം നമുക്ക് ഈ ബോട്ടിൽ ഇത് വിനാഗിരിയാണ്. അതായത് നമുക്ക് കുളയട്ട കടിക്കുകയാണെങ്കിൽ നമുക്കത് തേച്ച് കഴിഞ്ഞാൽ കുളയട്ടയ്ക്ക് പോയിക്കോളും. കുളയട്ടയ്ക്കൊന്നും പറ്റത്തില്ല. പക്ഷേ ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ കുളയട്ടയ്ക്ക് പ്രശ്നം വരും. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോളും. അതിനും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബോട്ടിൽ വിനാഗിരി എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. പിന്നെ ഒരു ട്രക്കിംഗ് പോൾ വേണം, പിന്നെ ഒരു സ്കൾ ക്യാപ്പ് വേണം, പിന്നെ നമുക്ക് ആഹാരം പാകം ചെയ്യുന്ന ഒരു പാത്രം, സ്പൂണ്, പിന്നെ ബ്രെഡ്. തേൻ വളരെ ഉപയോഗപ്രദമായ സാധനമാണ്. ഫുഡിന് മാത്രമല്ല, നമ്മൾ ചെറിയ ബേൺസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാമല്ലോ, തേനിന് പല പല ഗുണങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഉപയോഗിക്കും. തേൻ വളരെ നല്ല സാധനമാണ്. പിന്നെ എത്ര വെള്ളം 5 ലിറ്റർ ആണ് ഇപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇത്ര ഉണ്ട്, ബാക്കിയുണ്ട്. പിന്നെ ഒരു ഹെഡ് ലാമ്പ്. ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് അത്യാവശ്യപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് മോയ്സ്ചറൈസർ, അമൃതാഞ്ജൻ, പിന്നെ അതുപോലെ സാനിറ്റൈസർ, ഡെറ്റോൾ, പിന്നെ ചെറിയ കോട്ടൺ, അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് എല്ലാം ഉണ്ട്. പിന്നെ ഒരു വെറ്റ് വൈപ്സ്, പിന്നെ ഹാമക്ക്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഹാമക്ക് ഇട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ 2 സ്ലിപ്പർ, പിന്നെ സ്നാക്സ്, ഇടയ്ക്ക് വെച്ച് കഴിക്കും ബിസ്ക്കറ്റ്, പിന്നെ ഫ്രൂട്ട്സ്, അതിന് ഒരെണ്ണേ ബാക്കിയുള്ളൂ. പിന്നെ മസ്കിറ്റോ റെപ്പല്ലൻ്റ് ആയിട്ടുള്ള, പിന്നെ ഒരു നല്ല 2 കത്തി, ഒരെണ്ണം പാചകത്തിന് ഉപയോഗിക്കാം, ഒരെണ്ണം നമുക്ക് അല്ലാതെ മരം വെട്ടാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു നല്ലൊരു ടോർച്ച് വേണം, പിന്നെ മാഗി, പിന്നെ നമുക്കൊരു കുറച്ച് റോപ്പ് വേണം. നമുക്ക് ഈ വിറകൊക്കെ കെട്ടിക്കൊണ്ട് വരാൻ അത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ഒരു റോപ്പ് വേണം. 2 റോപ്പ് ഞാൻ കൂട്ടിക്കെട്ടിയാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുക്കാം, നല്ലതാണ്. പിന്നെ സോപ്പ്, ചീപ്പ്, ബ്രഷ്, പേസ്റ്റ് എല്ലാം അടങ്ങുന്ന ഒരു കിറ്റ്. തേയില, പഞ്ചസാര, നമ്മുടെ ഇൻസ്റ്റൻറ്റ് സൂപ്പ് മേക്കർ, പിന്നീട് ഒരു നല്ലൊരു മൊബൈൽ ഫോൺ, അതിനകത്ത് നല്ല നെറ്റ്വർക്ക്. നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ആ നെറ്റ്വർക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. എന്നിട്ട് അതിൻ്റെ കണക്ഷൻ എടുത്തുകൊണ്ട് പോകണം. പിന്നെ ഒരു ചായ കുടിക്കാൻ കട്ടൻ ചായയൊക്കെ ഇടാനുള്ള ഒരു പാത്രം, കപ്പ്, പിന്നീട് ഒരു സ്ക്രബ്ബർ, ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി, പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സ്വിച്ച് ഫോർക്കല്ല എന്തോ പേര് പറയും. പിന്നെ ഒരു പവർ ബാങ്ക്, ഒരു ടവൽ. ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത്. പിന്നെ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇതൊക്കെ കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാം. ഒരു 2-3 ദിവസത്തേക്ക് ഇത്രയും ധാരാളമുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയുള്ള ബാറ്ററീസ് എക്സ്ട്രാ കരുതണം. ഞാൻ അടുത്ത് വയ്ക്കാൻ മറന്നുപോയി, കയ്യിലുണ്ട്. എക്സ്ട്രാ ബാറ്ററീസ് നമ്മൾ എപ്പോഴും കരുതണം. പിന്നെ നല്ല 2 ബൂട്ട് വേണം. നല്ല ബൂട്ട് മസ്റ്റാണ്. ആംഗിൾ സപ്പോർട്ടുള്ള ബൂട്ട് തന്നെ വേണം. പിന്നെ നമുക്ക് ഇന്നേഴ്സിൻ്റെ കാര്യം, ഒരു 2 ഇന്നറൊക്കെ കൊണ്ട് നമുക്കൊരു 3-4 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡ്രസ്സ് എത്ര വേണമെന്ന് നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് ആ സ്ഥലത്തുള്ള ക്ലൈമറ്റ് അനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ കരുതണം. പിന്നെ ടെൻറ്റിൻ്റെ സെറ്റപ്പാണെന്ന്, അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻറ്റ് മസ്റ്റാണ്. ടെൻറ്റ് എങ്ങനെ അടിക്കുന്നതെന്നുള്ളതെല്ലാം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ടെൻറ്റ് മസ്റ്റ്. പിന്നെ ടെൻറ്റിനകത്ത് ഇടുന്ന മാറ്റ്, അത് മസ്റ്റാണ്. പിന്നെ ഒരു ബാഗ്, ഒരു 60 ലിറ്ററിൻ്റെ ഒരു ബാക്ക് പാക്ക്, അതും വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പീസ്.